Hello everyone, welcome back. Hope you all are doing great. We were dealing with the paper BPCS 186, Managing Stress. We have already finished the first unit, which is an introduction to stress. Now we are about to look into the second unit, which is models of stress. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ എന്താണ് സ്ട്രെസ്, സ്ട്രെസ്സർ എന്താണ്, ടൈപ്സ് ഓഫ് സ്ട്രെസ്, സിംറ്റംസ്, മെഷർമെന്റ്, അങ്ങനെ പല കാര്യങ്ങൾ കണ്ടു, കോൺസെപ്റ്റ്. ഇപ്പൊ നമുക്ക് സ്ട്രെസ് എന്താണെന്നതിനെ പറ്റിയിട്ടൊരു ഫുൾ അവയർനെസ് ഇപ്പോൾ ഉണ്ട്, നിലവിലുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് മോഡൽസ് ഓഫ് സ്ട്രെസ് ആണ്. അപ്പൊ മോഡൽസ് ഓഫ് സ്ട്രെസ് പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, നമുക്കൊരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ in order for us to solve a problem we must first comprehend that, we must first accept that there is a problem. അപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യുക. അതാണ് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുന്നത്. സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്, നമുക്ക് അതിലേക്ക് വരാം. ഇപ്പൊ നമുക്ക് മോഡൽസ് നോക്കാം. ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ, മോഡൽസ് എന്താണെന്ന് അറിയാമല്ലോ, പല മോഡലുകൾ സ്ട്രെസ്സിന് കാരണമാകുന്ന പല മോഡലുകളുണ്ട്. അത് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഗ്രൗണ്ട്സ് ഉള്ള ആളുകൾ പ്രപ്പോസ് ചെയ്യുന്ന പല മോഡലുകളെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു മോഡലാണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ്. നമുക്ക് അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ, ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ്, either fly away from the situation or fight the situation and overcome it. ഇതാണ് രണ്ട് സാധ്യതകൾ. ആ ഒരു പേര് പറയുന്നത് പോലെ രണ്ട് സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ എന്ത് ചെയ്യുക, ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുക, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, സ്കൂട്ടാവുക. അതല്ലാത്ത പക്ഷം ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തി അഭിമുഖീകരിച്ച് നമ്മുടെ കപ്പാസിറ്റിയും റിസോഴ്സും ഉപയോഗിച്ച് എന്ത് ചെയ്യുക, മാനേജ് ചെയ്ത് മുമ്പോട്ട് പോവുക. എല്ലായ്പ്പോഴും നമുക്ക് ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ മാറി മാറി ചൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ്. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് സ്ട്രെസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് കാനൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫിസിയോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് ഫുൾ നെയിം വന്നിട്ട് വാൾട്ടർ ബ്രാഡ്ഫോർഡ് കാനൺ എന്നാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ ഫിസിയോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, അക്കോർഡിംഗ് ടു കാനൺ, സ്ട്രെസ് ഈസ് എൻ ഔട്ട്കം ഓഫ് ആൻ എൻവയോൺമെന്റൽ ഡിമാൻഡ് ദാറ്റ് വാസ് എക്സ്റ്റേണൽ ആൻഡ് ദാറ്റ് ലെഡ് ടു ആൻ ഇംബാലൻസ് ഇൻ ദ നാച്ചുറൽ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എന്താണ് സ്ട്രെസ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നാച്ചുറൽ റിയാക്ഷൻ ഓഫ് അവർ ബോഡി ടുവേർഡ്സ് എനി ഡിമാൻഡ് ഓർ ചലഞ്ച് നമ്മൾ പറഞ്ഞു. ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, സ്ട്രെസ് ഈസ് എൻ ഔട്ട്കം ഓഫ് എൻ എൻവയോൺമെന്റൽ ഡിമാൻഡ്. എന്താണ്, ഒരു എൻവയോൺമെന്റൽ ഡിമാൻഡിന്റെ ഔട്ട്കം ആണ്. ആ ഡിമാൻഡ് എങ്ങനെയാണ്, ഈസ് എക്സ്റ്റേണൽ, വാസ് എക്സ്റ്റേണൽ ആണ്. ആൻഡ് ദാറ്റ് ലെഡ് ടു ആൻ ഇംബാലൻസ് ഇൻ ദ നാച്ചുറൽ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റഡി സ്റ്റേറ്റിൽ ഒരു ഇംബാലൻസിന് കാരണമാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ സ്ട്രെസ്സർ ഫ്രം ദ എൻവയോൺമെന്റ് ആണ് സ്ട്രെസ്സിന് കാരണമാകുന്നത് എന്നാണ് കാനൺ പറയുന്നത്. അപ്പൊ എന്താണ്, ശരിയാണോ? നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹോമിയോസ്റ്റേസിസ് എന്നൊരു പ്രതിഭാസം നമ്മുടെ ഇന്റേണൽ ആയിട്ട് നടക്കുന്നുണ്ട്, ആന്തരിക പ്രതിഭാസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബോഡി ഹാസ് ദ കപ്പാസിറ്റി ടു മെയിൻറ്റെയിൻ ആൻ ഇന്റേണൽ ബാലൻസ്. നമുക്കിപ്പം അറ്റ് എ ടൈം റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, സർക്കുലേഷൻ നടക്കുന്നുണ്ട്, ഡൈജഷൻ നടക്കുന്നുണ്ട്, സർക്കുലേഷൻ നടക്കുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പം അറ്റ് എ ടൈം ഇതെല്ലാം നടക്കുന്നുണ്ട്. അതേസമയത്ത് നമുക്കൊരു കോൺഷ്യസ് അവയർനെസ് ഉണ്ട്, നമ്മൾ പല കാര്യങ്ങൾ കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു, ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മെന്റൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു ബാലൻസ് നമ്മുടെ ബോഡിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അത് പറ്റുന്നുണ്ട്. ഇനി സ്ട്രെസ് ഉണ്ടാകുമെന്ന് സംഭവിക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ത്രെട്ടനിങ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സറോ വരുമ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ ബാലൻസിങ് സ്റ്റേറ്റിൽ വ്യത്യാസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ പറ്റാണ്ടേ ആവുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രെസ് എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി കുറച്ച് ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ പറയാം. ഉദാഹരണത്തിന് നിങ്ങൾ നടക്കുകയാണ്, നിങ്ങൾ നടക്കാൻ ഇറങ്ങുമ്പോൾ ഒരു പാമ്പിനെ കാണും. ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്ത എന്താണ്, പാമ്പ് ഇതിനെ എങ്ങനെയാണ്, ഇതിന്റെ ശാസ്ത്രീയനാണോ, എന്താണ്, ഇത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ, ഇത് കടിക്കുമോ, ഉപദ്രവിച്ചാൽ മാത്രമേ കടിക്കത്തുള്ളൂ, ഇതിന്റെ നിറം എന്താണ്, അതിനകത്തിലെ എന്താണ് ഈ പറഞ്ഞ പുള്ളികൾ ഏത് നിറത്തിലുള്ളതാണ്, ഏത് വലുപ്പമാണ്, ഏത് സിമെട്രിയാണ്, നമ്മൾ ഇതൊക്കെ നോക്കൂ? ഇല്ല. നമ്മൾ എന്താണ്, ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, ഓടും. ചിലരാണെങ്കിൽ എന്ത് ചെയ്യും, അതിനെ കൊല്ലാനുള്ള വഴി നോക്കും. ചിലർ എന്ത് ചെയ്യും, അതിനെ ഓടിക്കാൻ നോക്കും. അത് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ എന്താണ്, സ്വാഭാവികമായിട്ടും ഒരു 80% ആളുകൾ എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് നടന്നു പോകുന്ന വഴിയിൽ പാമ്പിനെ കണ്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടന്ന് മാറാനാണ് ശ്രമിക്കുന്നത്. ഫ്ലൈറ്റ് ആണ് അവിടെ നടക്കുന്നത്. ഇനി കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് പട്ടി. നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു പട്ടിയെ കാണുന്നു, പട്ടി നിങ്ങളെ കണ്ടുകൊണ്ട് ഇങ്ങനെ മുറുമുറുക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മളാണെങ്കിൽ ഓടും. നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം ഓടും. ഓടുമ്പോൾ പട്ടി കൂടെ ഓടും. ഇപ്പൊ എന്താണ്, പട്ടി കൂടെ ഓടുകയാണെങ്കിൽ നമ്മൾ മാക്സിമം സ്പീഡിൽ എന്ത് ചെയ്യും, ഓടും. ഇത് ഫ്ലൈറ്റ് ആണ്, അവിടെയും സംഭവിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ചെറിയ കല്ലെടുത്തെറിയും അല്ലെങ്കിൽ വലിയ കല്ലെടുത്തെറിയും. ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻഡിവിജ്വൽ അവരുടെ റെസ്പോൺസ് എന്ത് ചെയ്യും, വ്യത്യാസപ്പെട്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ഫ്ലൈറ്റ് ആ ഒരു നിമിഷത്തിൽ
ഒരു ത്രെറ്റനിങ് ആയിട്ടൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ബോഡി അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിനെയാണ് ഫൈറ്റ് റെസ്പോൺസിൽ പറയുന്നത്. അത് അറ്റ് എ ടൈം നമുക്ക് അതിനകത്തിൽ പല കാര്യങ്ങളുണ്ട്. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ബോഡി റിലീസ് ചെയ്യും. അതെന്താണ് ഈ ഒരു ഊർജ്ജത്തെ തരുന്നു. അത് നമ്മൾ ആ ഒരു മൊമെന്റിൽ നമുക്ക് ഒരു എനർജി, അഡീഷണൽ എനർജി വരുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾക്ക് ത്രെറ്റനിങ് സിറ്റുവേഷനിലേക്ക് നമ്മൾ എക്സ്പോസ്ഡ് ആയാൽ നമ്മുടെ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യും? രണ്ട് നെർവസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യും. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെയും എൻഡോക്രൈൻ സിസ്റ്റത്തെയും ആക്ടിവേറ്റ് ചെയ്യും. ഈ ആക്ടിവേഷൻ സംഭവിക്കുന്നത് എന്ത് ചെയ്യും? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അഡ്രിനാൽ ഗ്ലാൻഡിനെ ഉത്പാദിപ്പിക്കുന്നു. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഹോർമോൺ, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഹോർമോൺ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ കൊടുക്കുന്നു. നമ്മുടെ ബോഡിയിൽ അത് റിലീസ് ചെയ്യുന്നു. ആ നിമിഷത്തിൽ നമുക്കൊരു ഭയങ്കരമായ ഊർജ്ജം വരുന്നു. നമ്മൾ ആ ഊർജ്ജത്തെ യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പം അവിടെ ആ ഒരു മൊമെന്റ് നമുക്ക് റാപ്പിഡ് ബ്രീത്തിങ് ഉണ്ടാവും. ബ്രീത്തിങ് ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓക്സിജൻ വേണം. കൂടുതൽ ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ട് റാപ്പിഡ് ആവും ബ്രീത്തിങ്. സർക്കുലേഷൻ ഹെവി ആക്കാൻ വേണ്ടിയിട്ട്, കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും, പൾസ് റേറ്റ് കൂടും. ഇതെല്ലാം അനുബന്ധമായിട്ട് സംഭവിക്കും. അതിനോടൊപ്പം എൻഡോക്രൈൻ എന്ത് ചെയ്യും? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അവരുടെ കോർട്ടോകോസ്റ്റെറോയിഡ് എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യുകയും ചെയ്യും. അതെന്താണ്? എനർജി കൊടുക്കുന്ന ഹോർമോണാണ്. ഈ ഒരു മൊമെന്റിൽ എന്ത് ചെയ്യും? നമ്മൾക്ക് വേണ്ടുന്നത് എന്താണോ അതിലേക്ക് എനർജി ഫോക്കസ്ഡ് ആവും. നമുക്ക് ഊർജ്ജം എന്ത് ചെയ്യും? മാക്സിമം എനർജിയെ പ്രൊവൈഡ് ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് നോക്കും. ഇതാണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ്. ഏറ്റവും സിമ്പിൾ ആണ്. എന്താണ് ആ പേര് സജസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് അറിയുന്ന ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് തന്നെയാണ് ഇവിടെ മോഡലായിട്ട് വരുന്നത്. ആ ഒരു ത്രെറ്റനിങ് സിറ്റുവേഷൻ സ്ട്രെസ്സിന് കാരണമാകാം എന്നാണ് പറയുന്നത്. ഇപ്പം ഇവിടെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജെൻഡർ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും? ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടറായിട്ട് ആക്ട് ചെയ്യും. എല്ലായ്പ്പോഴും എല്ലാ ജെൻഡറിലുള്ള ആൾക്കാരും ഒരുപോലെ റിയാക്ട് ചെയ്യണമെന്നില്ല. ചിലർ ഇമോഷണൽ ആയിരിക്കും, ചിലർ റാഷണൽ ആയിരിക്കും, ചിലർ എന്ത് ചെയ്യും? അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. ഇവിടെ നിങ്ങളുടെ യൂണിറ്റിൽ തന്നെ പറയുന്നൊരു കാര്യമാണ്, ജെൻഡർ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ ആയേക്കാം. ജെൻഡർ റോൾസിലേക്ക് വരുമ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസും ഒരുപോലെ അല്ല റിയാക്ട് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു ജെൻഡർ മാറി ചിന്തിക്കുന്നവരും ഉണ്ട്, അല്ലാത്തവരും എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ എക്സെപ്ഷൻസ് കാനോട്ട് ബി ജനറലൈസ്ഡ്. അതും കൂടെ നമ്മൾ പറയണം. അടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ GAS ആണ്. എന്താണ്? ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം. ഹാൻസ് സെലി എന്ന് പറയുന്ന ഒരാളാണ് ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. 1936 പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. 3 സ്റ്റേജുകളാണ് പ്രധാനമായിട്ടും ഇത് പറയുന്നത്. 3 സ്റ്റേജുകൾ പറയുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. ഏറ്റവും സിമ്പിൾ ആണല്ലേ? GAS ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം 3 സ്റ്റേജുകൾ പറയുന്നു. സ്റ്റേജ് 1 ഉണ്ട്, സ്റ്റേജ് 2 ഉണ്ട്, സ്റ്റേജ് 3 ഉണ്ട്. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ അലാം റിയാക്ഷൻ ആണ്. നിങ്ങൾക്ക് ഒരു ത്രെറ്റനിങ് ആയിട്ടൊരു സിറ്റുവേഷൻ വരുന്നു. ത്രെറ്റനിങ് ആയിട്ടൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ഒരു പ്രശ്നം വന്നു. അവിടെ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ഈ ഫൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് പോലെ തന്നെയാണ്. നിങ്ങൾ ഒരു പ്രശ്നം വരുന്നു, അത് ഐഡന്റിഫൈ ചെയ്യുന്നു, ഹൈപ്പോതലാമസ് ആക്ടിവേറ്റ് ചെയ്യുന്നു, അഡ്രിനാലിനെ റിലീസ് ചെയ്യുന്നു. ആ ഒരു പ്രശ്നത്തെ നേരിടാൻ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു? കേപ്പബിൾ ആവും. അല്ലെങ്കിൽ നമ്മളുടെ ബോഡി ഈസ് പ്രിപ്പയറിംഗ് ടു ഫേസ് ദാറ്റ് ത്രെറ്റനിങ് സിറ്റുവേഷൻ. ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു? തയ്യാറാവുന്നു. പിന്നെ നമ്മുടെ എനർജി പ്രൊഡക്ഷൻ കൂടുന്നു. അഡ്രനോകോർട്ടികോട്രോഫിൻ ഹോർമോൺ എന്ന് പറയുന്നത് ACTH എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നു. അത് പിറ്റ്യൂട്ടറിയാണ് റിലീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തിനാണോ എനർജി വേണ്ടത്, നിങ്ങൾക്ക് അവിടെ എടുക്കുന്ന തീരുമാനം എന്താണോ ആ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എനർജി ഫോക്കസ് ചെയ്യാൻ, അതായത് മറ്റു കാര്യങ്ങളെ സപ്രസ് ചെയ്തിട്ട് ആ എനർജി കൂടെ എന്ത് ചെയ്യും? അതിലേക്ക് ഇപ്പൊ നിങ്ങൾ ഓടാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മസ്കുലർ എനർജി കൂടുതൽ വരും. അറ്റ് എ ടൈം ആ സമയത്ത് എന്ത് ചെയ്യും? നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറയും, ഡൈജഷൻ മാറും, അതുപോലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അവിടുത്തെ എനർജി കുറയും. ഇതെന്താണ്? ആവശ്യമില്ലാത്തതിൽ നിന്നും എനർജി കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതിലേക്ക് എനർജി ഡൈവേർട്ട് ചെയ്ത് വിടും. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. അതായത് ഒരു പ്രശ്നം ഉണ്ടായി, പ്രശ്നത്തെ നിങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങൾ ആ ബോഡി റിയാക്ട് ചെയ്യുന്നതിലേക്ക് എത്തുന്നു. ആ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിസിയോളജിക്കലി കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പം നമ്മുടെ എയിം എന്താണ്? ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുക. ദി ബോഡി ഈസ് പ്രിപ്പയറിംഗ് ടു എന്താണ്? കോപ്പ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ ത്രെറ്റനിങ് സിറ്റുവേഷൻ. ഇനി രണ്ടാമത്തെ സ്റ്റേജ്, ആ ഒന്നാമത്തെ സ്റ്റേജിന് ശേഷം രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തുന്നു. റെസിസ്റ്റൻസ് എന്നാണ് രണ്ടാമത്തെ സ്റ്റേജിന്റെ പേര്. ഒന്നാമത്തത് അലാം റിയാക്ഷൻ ആണ്, രണ്ടാമത്തത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കുന്നു? അഡാപ്റ്റേഷൻ ഇസ് മാക്സിമം ആൻഡ് ദ ഇക്വിലിബ്രിയം ഇസ് റിസ്റ്റോർഡ്. ഈ ഒരു ത്രെറ്റനിങ്, ആ ഒരു പേടിയുണ്ടല്ലോ, ആ ഒരു അന്താളിപ്പ് എന്നൊക്കെ പറയാം, നമ്മൾ പെട്ടെന്ന് പകച്ചു പോകുന്നൊക്കെ അവസ്ഥയുണ്ടല്ലോ, പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി എന്ത് ചെയ്യണം എന്നൊരു ബോധ്യം, നിങ്ങൾക്ക് ഒരു ഇക്വിലിബ്രിയം മീൻ ചെയ്യുന്നു, ബോഡി റീസ്റ്റോർ ചെയ്തെടുക്കുന്നു. അവിടെ അഡാപ്റ്റേഷൻ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലേക്കാണ് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവിടെ അഡാപ്റ്റേഷൻ മാക്സിമം ആണ്. ഒരുപാട് എനർജി വേണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ BP കൂടും, പൾസ് റേറ്റ് കൂടും, ബ്രീത്തിങ് റാപ്പിഡ് ആവും. ഇതെല്ലാം സംഭവിക്കും. ഇക്വിലിബ്രിയം റിസ്റ്റോർ ചെയ്യുന്നതിലേക്കാണ് ഫോക്കസ് കൂടുതലായിട്ട് വരുന്നത്. എന്നിട്ടും സ്ട്രെസ് നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, എന്താണ് ചെയ്യേണ്ടത് മനസ്സിലായി, എന്നിട്ട് നിങ്ങൾക്ക് പ്രശ്നത്തിന് പരിഹാരമായില്ല, പിന്നെയും നിങ്ങൾ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പിന്നെയും നിങ്ങൾക്ക് സ്ട്രെസ്ഡ് ആണ്, ആ ത്രെറ്റനിങ് സിറ്റുവേഷൻ അതുപോലെ നിൽക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യും? അടുത്ത സ്റ്റേജിലേക്ക് പോകും. എന്നാൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് പോകും, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് കൊണ്ട് തീരും. ഈ സെക്കൻഡ് സ്റ്റേജ് റെസിസ്റ്റൻസ് സ്റ്റേജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇക്വിലിബ്രിയം റീസ്റ്റോർ ചെയ്യാൻ പറ്റിയില്ല, ത്രെറ്റനിങ് സിറ്റുവേഷൻ അതുപോലെ നിൽക്കുന്നു, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകും, വിച്ച് ഈസ് എക്സോഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തും. ഇതെന്താണ്? ഒരു
നമ്മുടെ അഡാപ്റ്റീവ് മെക്കാനിസംസ് എല്ലാം കൊളാപ്സ് ആയി. നമ്മൾ എടുത്തിരിക്കുന്ന മീൻസ് എല്ലാം നശിച്ചു. അതിനകത്തിലൊന്നും ബലം കണ്ടില്ല, അതൊന്നും ബലവത്തായിട്ടൊന്നും മാറിയതുമില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? നമ്മളുടെ ബോഡി എന്ത് ചെയ്യും? കൊളാപ്സ് ചെയ്യും. നമുക്ക് ഒരുപാട് എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എക്സോസ്റ്റഡ് ആവും, ടയേർഡ് ആവും, ഫറ്റീഗ് അനുഭവപ്പെടും, സ്വയം എനർജിയും ഹെൽത്തും എന്ത് ചെയ്യും? കുറഞ്ഞതായിട്ട് അനുഭവപ്പെടുന്നത് കുറഞ്ഞത് കൊണ്ട് തന്നെയാണ് ബിക്കം സസെപ്റ്റബിൾ ടു വേരിയസ് ഇൽനസ്, പലതരത്തിലുള്ള അസുഖങ്ങളിലേക്ക് സസെപ്റ്റബിൾ ആകും. ഇതാണ് മൂന്ന്, അതായത് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ GAS എന്ന് പറയുന്ന ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം പറയുന്ന 3 സ്റ്റേജുകൾ ഇതൊക്കെയാണ്. അലാം റിയാക്ഷനും റെസിസ്റ്റൻസും പിന്നെ വന്നിട്ട് എക്സോഷനും. അത് ഒരു പ്രശ്നത്തെ പെർസീവ്ഡ് സ്ട്രെസ് നിങ്ങൾക്ക് കിട്ടുന്നു, അലാം റിയാക്ഷൻ ഉണ്ടാകുന്നു, റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. റെസിസ്റ്റൻസിലും നിങ്ങൾക്ക് മാറ്റമൊന്നും വരുന്നില്ല, ത്രട്ടനിങ് സിറ്റുവേഷൻ അതുപോലെ നിൽക്കുന്നുണ്ട്, സ്ട്രെസ്സിന് കുറവൊന്നും ഇല്ല എങ്കിൽ മാത്രം എക്സോഷനിലേക്ക് പോകും. എളുപ്പമാണിത്. ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് രണ്ടെണ്ണം നോക്കാം. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളോട് നിങ്ങൾ വഴക്കിട്ടു. നിങ്ങളുടെ അപ്പം ഉദാഹരണം അമ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ ബെറ്റർ ഹാഫ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് അതർ എന്നൊക്കെ പറഞ്ഞ ആരുടെങ്കിലും നിങ്ങൾ ഭയങ്കരമായിട്ട് വഴക്കിട്ടു, ആർഗ്യുമെന്റ് ആയി, ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് അലാം റിയാക്ഷൻ ആണ്. എന്താണ്? അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല. ആൻസൈറ്റി ഉണ്ട്, ആൻഷ്യസ് ആവുന്നു. അയ്യോ ശരിയായില്ല, അയാൾക്ക് വിഷമമായി കാണത്തില്ലേ, എന്തായാലും എന്റെ പ്രിയപ്പെട്ട ആളല്ലേ, ഞാൻ അത്ര സ്നേഹിക്കുന്നതല്ലേ, അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് വിഷമമായി കാണും, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ തോന്നുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? ഇതുണ്ടായി. ഇനി നിങ്ങൾ അടുത്ത സ്റ്റേജ് എന്താണ്? റെസിസ്റ്റൻസ് ആണ്. അപ്പം അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ആ ഒരു ഇക്വിലിബ്രിയം, ആ പഴയ പൊസിഷൻ എങ്ങനെ വീണ്ടെടുക്കാം നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടായ ദേഷ്യത്തെ എല്ലാം കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ശ്രമിക്കുന്നു. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഒന്നും ശ്രമിക്കുന്നതെല്ലാം പരാജയപ്പെട്ടു പോകുന്നു, നിങ്ങൾക്ക് ഒന്നും നടക്കുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ്? അടുത്ത സ്റ്റേജിലേക്ക് എത്തുന്നു. അടുത്ത സ്റ്റേജാണ് എക്സോഷൻ. അതാണ് മനസ്സിലായി, ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ ഹോപ്പ്ലെസ് ആണോ, വീണ്ടും ആൻസൈറ്റിയിലേക്ക് പോകുന്നു, ഡിപ്രസ്ഡ് ആവുന്നു, അല്ലെങ്കിൽ സ്ട്രെസ് നിങ്ങൾക്ക് കൂടുന്നു. ഇതാണ് ഈ 3 സ്റ്റേജസ്: അലാം റിയാക്ഷൻ, റെസിസ്റ്റൻസ്, എക്സോഷൻ. നമുക്ക് വേറെ എക്സാമ്പിളോട് നോക്കുകയാണെങ്കിൽ ഇപ്പം റിലേഷൻഷിപ്പ് പോകട്ടെ, ഫൈനാൻഷ്യൽ പ്രശ്നം. നിങ്ങൾക്ക് ഇപ്പം ഒരു ജോലി ഉണ്ടായിരുന്നു, നിങ്ങൾ ഈസി ആയിട്ട് കാര്യങ്ങളെല്ലാം സ്മൂത്ത് ഓടിക്കൊണ്ടിരുന്നത്, പക്ഷെ ഒരു ദിവസം നിങ്ങളുടെ ജോലി പോയി, അലാം റിയാക്ഷൻ ഉണ്ടാകുന്നു, ജോലി പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെ ആൻസൈറ്റി പ്രശ്നങ്ങളായി. നിങ്ങളപ്പം റെസിസ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ കോസ്റ്റുകൾ എന്താണ് കട്ട് ഔട്ട് ചെയ്യുന്നു, ഒരു ലോ കോസ്റ്റിലേക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങുന്നു, പുതിയ ജോലികൾ അന്വേഷിക്കുന്നു. ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പക്ഷെ നിങ്ങൾക്ക് ജോലികളൊന്നും കിട്ടുന്നില്ല. ജോലികളൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യും? എക്സോഷനിലേക്ക് പോകും. എന്താണ്? 3ാമത്തെ സ്റ്റേജിലേക്ക് പോകും. നിങ്ങൾ അത്രയും അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ വീണ്ടും ഹോപ്പ്ലെസ് ആവും, ആൻഷ്യസ് ആവും, നിങ്ങളൊരു സെൽഫ് ഡൗട്ടർ ഉണ്ടാവും, ഫെയിലിയർ ആണെന്ന് തോന്നി തുടങ്ങും. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് പോകും. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് സ്ട്രെസ് കൂടും. ഇതാണ് ഈ GAS അല്ലെങ്കിൽ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം പറയുന്ന 3 സ്റ്റേജുകൾ: അലാം റിയാക്ഷൻ, റെസിസ്റ്റൻസ്, എക്സോഷൻ. അടുത്തതാണ് കോഗ്നിറ്റീവ് അപ്രൈസൽ മോഡൽ. കോഗ്നിറ്റീവ് അപ്രൈസൽ മോഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പെർസെപ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ്. പെർസെപ്ഷൻ, നമ്മൾ എങ്ങനെ ആ ഒരു കാര്യത്തെ പെർസീവ് ചെയ്യുന്നു എന്നതിനെ ഡിറ്റർമിൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു മോഡൽ. ഇത് കൊണ്ടുവന്നത് റിച്ചാർഡ് ലാസാറസ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ആണ് ഇത് കൊണ്ടുവരുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലും എൻവയോൺമെന്റുമായിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് സ്ട്രെസ്സിന് കാരണമെന്നാണ് ഈ ഒരു മോഡൽ പ്രൊപ്പോസ് ചെയ്തത്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എക്സിസ്റ്റ് ഇൻ ദ വേ ഇൻ വിച്ച് കോഗ്നിറ്റീവ് അപ്രൈസൽ ഇസ് ക്യാരിഡ് ഔട്ട്. നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വലിന്റെയും പെർസെപ്ഷൻ വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ ഒരേ കാര്യത്തെ കാണുകയാണെങ്കിൽ നമ്മൾ കോമൺ എക്സാമ്പിൾ കണ്ടിട്ടില്ല, 6 ഇവിടെ നിന്ന് നോക്കുമ്പോൾ 6ഉം അവിടെ നോക്കുമ്പോൾ 9ഉം ആണ്. രണ്ടുപേരും ശരിയാണ്, രണ്ടുപേരും പെർസെപ്ഷൻ അനുസരിച്ച് അവരുടെ എന്ത് ചെയ്യും? ഫോക്കസും റിയാലിറ്റിയും മാറും. അതുപോലെ ഇവിടെ എന്താണ്, നമ്മൾ എല്ലാത്തിലും നേരത്തെയും പറഞ്ഞതുപോലെ ഇൻഡിവിജ്വൽസിനനുസരിച്ച് എന്ത് ചെയ്യും? ഇവിടെ ഡിഫറൻസുകൾ, മാറ്റങ്ങൾ വരും. എന്തിലെല്ലാം മാറ്റം വരും? തിങ്കിങ്, എങ്ങനെ ചിന്തിക്കുന്നത് മാറ്റം വരും, റീസണിങ്ങിൽ മാറ്റം വരും, ഡിസൈഡിങ്ങിൽ മാറ്റം വരും, മെമ്മറിയിൽ മാറ്റം വരും, ക്രിയേറ്റിവിറ്റിയിൽ മാറ്റം വരും, അങ്ങനെ പല കാര്യങ്ങളിൽ മാറ്റം വരും. അപ്പം ഈ മോഡൽ പറയുന്നത് ഇങ്ങനെയാണ്: ആസ് ദ ഇൻഡിവിജ്വൽ ഫേസസ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ദേ ക്യാരി ഔട്ട് അപ്രൈസൽ ഓഫ് ദ സിറ്റുവേഷൻ ഇൻ ടേംസ് ഓഫ് പ്രൈമറി അപ്രൈസൽ ആൻഡ് സെക്കൻഡറി അപ്രൈസൽ. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ 2 തരത്തിലുള്ള അപ്രൈസലാണ് ഒരു ഇൻഡിവിജ്വൽ എടുക്കുന്നത്. ഒന്ന് പ്രൈമറി അപ്രൈസലും, 2 സെക്കൻഡറി അപ്രൈസലും. എന്താ പ്രൈമറി അപ്രൈസൽ എന്ന് പറഞ്ഞാൽ? Primary appraisal is done on the basis of the negative effect on the physical and psychological aspects of the individual. ഒരു ഇൻഡിവിജ്വലിന്റെ ഫിസിക്കലും സൈക്കോളജിക്കലും ആസ്പെക്ടുകളിൽ എങ്ങനെയെല്ലാം അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൈമറി അപ്രൈസൽ സംഭവിക്കുന്നത്. പ്രശ്നത്തെ ഐഡന്റിഫൈ ചെയ്യുന്നു, അതാണ് പ്രൈമറി. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം എങ്ങനെയാണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അവിടെ അത് തീരുമാനിക്കുന്നതിനാണ് പ്രൈമറി അപ്രൈസൽ എന്ന് പറയുന്നത്. സെക്കൻഡറി അപ്രൈസൽ എന്താണ്? സെക്കൻഡറി അപ്രൈസൽ ഇസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് വെദർ ദ ഇൻഡിവിജ്വൽ പോസസ് ആഡിക്വേറ്റ് റിസോഴ്സസ് ടു ഡീൽ വിത്ത് ദ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആൻഡ് അവോയ്ഡ് ഇറ്റ്സ് ഡെട്രിമെന്റൽ ഇഫക്ട്സ്. എന്താണ്? സെക്കൻഡറി അപ്രൈസലിൽ ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, അത് നമുക്കൊരു പ്രശ്നമാണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടുന്ന റിസോഴ്സസ് എനിക്കുണ്ടോ, അത് ഇൻഫർമേഷൻ എന്തോ ആയിക്കോട്ടെ, ആ റിസോഴ്സ് എനിക്കുണ്ടോ, അതിനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടോ എന്നാണ്. അത് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഈ ഒരു
പ്രശ്നത്തിന്റെ ഇഫക്റ്റുകളെ കുറയ്ക്കാൻ പറ്റും, അതുണ്ടോ എന്നാണ് ഈ സെക്കൻഡറി അപ്രൈസലിൽ നോക്കുന്നത്. അപ്പം പ്രൈമറിയിൽ പ്രശ്നത്തെ ഐഡന്റിഫൈ ചെയ്യുന്നു, പ്രശ്നമാണോ എന്ന് മനസ്സിലാക്കുന്നു, എന്നിട്ട് സെക്കൻഡറിയിലേക്ക് പോകുന്നു. സെക്കൻഡറിയിലേക്ക് പോകുമ്പോൾ ഈ പ്രശ്നത്തെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ റിസോഴ്സ് നമുക്ക് ഉണ്ടോ എന്ന് നോക്കുന്നു. നമുക്ക് നോക്കാം. As proposed by this model, the reaction of an individual will depend on both primary and secondary appraisals. അപ്പം ഒരു വ്യക്തിയുടെ റിയാക്ഷൻ എന്ത് ചെയ്യും? രണ്ടിനെയും, പ്രൈമറി അപ്രൈസലിനെയും സെക്കൻഡറി അപ്രൈസലിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ട്രെസ്സർ ഉണ്ടാവുന്നു, ഒരു പ്രശ്നം, ഒരു ത്രെട്ടനിങ് സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ പ്രൈമറി ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നു, ഇത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണോ, ഡേഞ്ചർ ആണോ, ഡേഞ്ചറസ് ആണോ, ഡേഞ്ചറസ് അല്ലേ എന്ന് നോക്കുന്നു. അപ്പം ഡേഞ്ചറസ് ആണെങ്കിൽ മാത്രമേ സെക്കൻഡറി അപ്രൈസിലേക്ക് പോകുന്നുള്ളൂ. ഡേഞ്ചറസ് അല്ലെങ്കിൽ നമ്മൾ അവിടെ വിട്ടു, നമുക്ക് പ്രശ്നമൊന്നുമില്ല, സ്ട്രെസ്സിന് കാരണമാകുന്നില്ല. ഇനി ഡേഞ്ചർ ആണെങ്കിൽ എന്ത് ചെയ്യും? സെക്കൻഡറി അപ്രൈസലിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ ചിന്തിക്കും. നമുക്ക് ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ റിസോഴ്സസ് ഉണ്ടോ, സഫീഷ്യന്റ് റിസോഴ്സ് ഉണ്ടോ? സഫീഷ്യന്റ് റിസോഴ്സ് ഉണ്ടെങ്കിൽ വീണ്ടും പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. നമുക്ക് എന്ത് ചെയ്യും? പിന്നീട് ഫർദർ ചിന്തിക്കേണ്ട കാര്യമില്ല, ഒരു ചലഞ്ച് ആയിട്ട് എടുക്കുന്നു, ആ പ്രശ്നത്തെ പരിഹരിക്കുന്നു, നമ്മൾ മുമ്പോട്ട് പോകുന്നു, സ്ട്രെസ് അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഇൻസഫീഷ്യന്റ് റിസോഴ്സസ് ആണെങ്കിൽ, നമുക്ക് റിസോഴ്സസ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു? അടുത്ത സ്റ്റേജിലേക്ക് പോകും. അടുത്ത ഘട്ടമാണ് എന്താണ്? നമുക്ക് പ്രശ്നമുണ്ട്, പ്രൈമറി അപ്രൈസലിൽ പ്രശ്നം ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം സെക്കൻഡറി അപ്രൈസലിലേക്ക് പോകും. അവിടെ വെച്ചിട്ട് സഫീഷ്യന്റ് റിസോഴ്സസ് ഉണ്ട് എങ്കിൽ അവിടെ വെച്ച് പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. ഇൻസഫീഷ്യന്റ് ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യും. ഇൻസഫീഷ്യന്റ് റിസോഴ്സസ് ആണെങ്കിൽ മാത്രമേ സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യത്തുള്ളൂ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവത്തുള്ളൂ. പിന്നെ വരുന്നത് കോപ്പിംഗ് മെക്കാനിസം ആണ്. കോപ്പിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആ സ്ട്രെസ്സിന് നിങ്ങൾക്ക് എങ്ങനെയെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കും. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റിസോഴ്സ് ഇല്ല എന്ന് വെച്ച് പ്രശ്നം പരിഹരിക്കപ്പെടാതിരിക്കണമെന്നില്ല, വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യാം, നിങ്ങൾക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാം, അത് ചെയ്യാം. റീ അപ്രൈസൽ, റീ ഇവാലുവേഷനിലേക്ക് എത്തിയാണ് നിൽക്കുന്നത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? പുനഃപരിശോധന ചെയ്യുന്നു. വീണ്ടും അത് ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ രണ്ടാമത് സെക്കൻഡറി അപ്രൈസലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും, ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കും. ഇതെല്ലാം നമ്മൾ നോക്കും. അടുത്തതാണ് പേഴ്സൺ എൻവയോൺമെന്റ് ഫിറ്റ് മോഡൽ, പ്രൊപ്പോസ്ഡ് ബൈ ഹാരിസൺ ആൻഡ് കെപ്ലർ. 1982 രണ്ട് ഫ്രഞ്ച് ആൾക്കാരാണ്, അവർ പ്രപ്പോസ് ചെയ്തൊരു മോഡലാണ് പേഴ്സൺ എൻവയോൺമെന്റ് ഫിറ്റ് മോഡൽ. വളരെ എളുപ്പമുള്ള ഒരെണ്ണമാണ്. അത് പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എക്സിസ്റ്റ് വിത്ത് റിഗാർഡ് ടു നീഡ്സ് ആൻഡ് എബിലിറ്റീസ് ആൻഡ് സ്ട്രെസ് ഇസ് ക്രിയേറ്റഡ് വെൻ ദർ ഈസ് എ മിസ്ഫിറ്റ് ബിറ്റ്വീൻ ദ ഡിമാൻഡ്സ് ദാറ്റ് an individual is exposed to and the resources he or she possesses. എന്താ പറയുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് എക്സിസ്റ്റ് വിത്ത് റിഗാർഡ് ടു നീഡ്സ് ആൻഡ് എബിലിറ്റീസ് and stress is created when there is a misfit between the demands that an individual is exposed to and the resources he or she possesses. ഇത്രയേ ഉള്ളൂ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ് ദാറ്റ് നീഡ്സും എബിലിറ്റീസും ഓരോരുത്തരിൽ വ്യത്യാസപ്പെട്ടിരിക്കും. സ്ട്രെസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡുകൾ ഉണ്ടാകുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള റിസോഴ്സ് ഉണ്ടോ ഇല്ലേ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്. നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതിനെ മാനേജ് ചെയ്യാനുള്ള റിസോഴ്സ് നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ഒരിക്കലും സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കത് മാനേജ് ചെയ്താൽ മതി. ഈ ഇല്ലാത്ത പക്ഷം, അതായത് നമുക്ക് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് ഒരു ത്രെട്ടനിങ് സിറ്റുവേഷൻ ഉണ്ടാകുന്നു, അതിനെ മാനേജ് ചെയ്യാനുള്ള റിസോഴ്സസ് നമുക്ക് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അതില്ലാത്ത സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ സ്ട്രെസ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം, നിങ്ങളിതൊരു പ്രസന്റേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രസന്റേഷൻ പ്രസന്റ് ചെയ്യണം, പ്രിപ്പയറും ചെയ്യണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ജസ്റ്റ് ഗോ പോകുന്നു ആൻഡ് പ്രസന്റ് ദ പ്രസന്റേഷൻ. അതിനെ എന്ത് ചെയ്യുന്നു? പ്രസന്റ് ചെയ്യുന്നു. ഇതാണ് ഒരു സെനാരിയോ. അപ്പൊ നിങ്ങൾക്ക് റിസോഴ്സസ് ഉണ്ട്, നിങ്ങൾക്ക് പ്രസന്റേഷൻ ചെയ്യാൻ അറിയാം, നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് വെരി കൂളായിട്ട് എന്ത് ചെയ്യും? ആ ഒരു ഇവന്റിനെ, ആ ഒരു പ്രശ്നത്തെ നിങ്ങൾ പരിഹരിക്കും. അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കണക്കാക്കും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എംപ്ലോയി ആണ്, നിങ്ങളോട് ഒരു പ്രസന്റേഷൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാൻ പറയുന്നു, പക്ഷെ നിങ്ങൾക്ക് പ്രസന്റേഷൻ ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് റിസോഴ്സ് ഒന്നുമില്ല, പ്രസന്റേഷൻ ചെയ്യാൻ അറിയത്തില്ല, നോളജ് ഇല്ല, അതിന്റെ യൂട്ടിലൈസേഷൻ ചെയ്യാനുള്ള ടെക്നോളജിക്കൽ നോളജ് ഇല്ല, ഇതൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവപ്പെടും. കാരണം നിങ്ങൾക്ക് പ്രസന്റേഷൻ ചെയ്യാൻ അറിയത്തില്ല, നിങ്ങളുടെ ജോലിയെ ബാധിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും? സ്ട്രെസ്സിലേക്ക് പോകും. അപ്പൊ ഇത്രയേ ഉള്ളൂ പറയുന്നത്. ഒരു വ്യക്തിയുടെ മേൽ ഉണ്ടാകുന്ന ഡിമാൻഡുകളെ മാനേജ് ചെയ്യാൻ അയാൾക്ക് വേണ്ടുന്ന റിസോഴ്സ് ഉണ്ടെങ്കിൽ അത് സ്ട്രെസ്സിന് കാരണമാകുന്നില്ല. ഒരു വ്യക്തിയിലേക്ക് വരുന്ന ഡിമാൻഡിനെ മാനേജ് ചെയ്യാൻ അയാൾക്ക് റിസോഴ്സ് ഇല്ല എങ്കിൽ മാത്രമാണ് അത് സ്ട്രെസ്സിന് കാരണമാകുന്നത് എന്നാണ് ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു മോഡൽ പറയുന്നത്. അടുത്തത് നല്ല രസമുള്ള ഒരു തിയറിയാണ് സൈക്കോ ഡൈനാമിക് ട്രാജഡി. നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നതാണ്. Signal anxiety can be said to occur when an external and objective danger that is consistent with relationship between stressor and strain is present. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്താണ് can be said to occur when an external and objective danger that is consistent with the relationship സ്ട്രെസ്സറും സ്ട്രെയിനുമായിട്ടുള്ള കൺസിസ്റ്റന്റ് റിലേഷൻഷിപ്പിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഒരു ത്രെറ്റിനെയാണ് സിഗ്നൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. Can be said to occur when an external and objective danger that is consistent, അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോണ്ട് with the relationship between stressor and strain is present. സ്ട്രെസ്സറിനോടും സ്ട്രെയിനോടും ബന്ധപ്പെട്ടൊരു കോഗ്നിറ്റീവ് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ത്രെറ്റ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ സിഗ്നൽ ആങ്സൈറ്റി ഉണ്ടാകും.
ഈ ഡ്രമാറ്റിക് ആങ്സൈറ്റി എങ്ങനെ ഉണ്ടാവുന്നു? ഓഫ് കോഴ്സ് വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ഇസ് റിലേറ്റഡ് ടു ദ റിപ്രസ്ഡ് സെക്ഷൽ ഡ്രൈവ്സ്, ഇൻസ്റ്റിങ്സ് ദാറ്റ് ആർ അഗ്രസീവ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ. നമ്മുടെ ഫ്രോയിഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാം സെക്ഷൽ കൊണോട്ടേഷൻ വെച്ചിരുന്നു അദ്ദേഹം പറയുന്നത്. ആന്തരികമായിട്ട് നിങ്ങൾ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളുടെയും തീവ്രമായ താല്പര്യങ്ങളുടെയും അനന്തരഫലമായിട്ടാണ് ഈ സ്ട്രെസ് ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം റിപ്രസ്ഡ് സെക്ഷൽ ഫീലിംഗ്സിന്റെ അല്ലെങ്കിൽ ഡിസയേഴ്സിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിങ്സിന്റെ ആനിമലിസ്റ്റിക് ഇൻസ്റ്റിങ്സിന്റെ ഒക്കെ കാരണമായിട്ടുണ്ടാവുന്നതാണ് ട്രോമാറ്റിക് ആങ്സൈറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. The explanation of stress given by Levinson is based on the psychoanalytical theory proposed by Freud. ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്ന psychoanalytical തിയറിയിലാണ് ലെവിൻസൺ സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, according to Levinson, two main elements of personality, namely ego ideal and self image, interact with each other and lead to stress. ഈഗോ ഐഡിലും സെൽഫ് ഇമേജും ഇന്ററാക്ട് ചെയ്തിട്ട് അതിനിടയിൽ വരുന്നൊരു ഗ്യാപ്പാണ് സ്ട്രെസ്സിന് കാരണം എന്നാണ് ആര് പറയുന്നത്? ലെവിൻസൺ പറയുന്നത്. അപ്പം സ്ട്രെസ് ഹാപ്പൻസ് ബിക്കോസ് ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ഈഗോ ഐഡിയൽ ആൻഡ് സെൽഫ് ഇമേജ്. ഇപ്പം ഈഗോ ഐഡിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ ആവണം എന്നാണ് ആഗ്രഹം. ഭയങ്കര ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഇന്റർനാഷണൽ പൊളിറ്റീഷ്യൻ ആവണം, നന്നായിട്ട് സംസാരിക്കണം, ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു മോഡൽ, ഈ ഐഡിയൽ എന്ന് പറയുന്നത് ഈഗോ ഐഡിയൽ. അപ്പം നിങ്ങൾക്ക് അതാണ് ആഗ്രഹം, ഇതാണ് ഈഗോ. നിങ്ങൾക്കൊരു ഇന്റർനാഷണൽ പൊളിറ്റീഷ്യൻ ആവണം. സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആളുകളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റൂല, മൈക്ക് എടുത്താൽ കൈ വിറയ്ക്കും, പ്രശ്നമാണ്, സംസാരിക്കാൻ പറ്റത്തില്ല, വിൽക്കും, വേണ്ടുന്നത്ര അറിവില്ല, ഇലക്ഷനിൽ നിന്ന് ആരും വോട്ട് ചെയ്യത്തില്ല. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെയാണ് സെൽഫ് ഇമേജ്. നമ്മളെ പറ്റി നമുക്കുള്ളൊരു ബോധ്യം. അപ്പം നിങ്ങൾക്ക് എത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഐഡിയലിലേക്കും നിങ്ങളെ വിലയിരുത്തുന്ന ഒരു നോളജിൽ നിന്നും ഒരു ദൂരമുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് ഒന്ന് നിങ്ങൾ ഇന്റർനാഷണൽ പൊളിറ്റീഷ്യൻ ആവണം, മറ്റൊരു നിങ്ങൾ എന്താണ് വെറും ഫെയിലിയർ ആണെന്നൊരു ചിന്ത. ഈ രണ്ട് ചിന്തകളിടയിൽ വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിലാണ് സ്ട്രെസ് ഉണ്ടാവുന്നത് എന്നാണ് ലെവിൻസൺ പറയുന്നത്. സ്ട്രെസ് ആസ് ദ റിസൾട്ട് ഓഫ് അൺകോൺഷ്യസ് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഇൻ ആൻ ഇൻഡിവിജ്വൽ. നമുക്കറിയാത്ത അൺകോൺഷ്യസ് ഉപബോധ മനസ്സിൽ നിന്നുണ്ടാകുന്ന പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിൽ നിന്നാണ് ഒരു വ്യക്തിയിൽ സ്ട്രെസ് ഉണ്ടാകുന്നത് എന്നാണ് ലെവിൻസൺ സൈക്കോ അനലിറ്റിക് തിയറിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അടുത്ത ഒരു മോഡലാണ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷണൽ തിയറി. ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യമാണ്. എന്താ പറയുന്നത്? It focuses on how stress is resisted and coped with the help of genotype and phenotype. ജീനോടൈപ്പിന്റെയും ഫിനോടൈപ്പിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ കോപ്പ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ജനിതകമായി വരുന്ന മാറ്റങ്ങൾ. ഫിനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്, അയാളുടെ ശാരീരികമായിട്ടുള്ള കാരണം. ഈ രണ്ട് കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയെല്ലാമാണ് ഒരു വ്യക്തിയിൽ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനും കോപ്പ് ചെയ്യാനും പറ്റുന്നത് എന്നാണ് ഇദ്ദേഹം നോക്കുന്നത്. ഇതാണ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് അത്രയും തന്നെ യൂണിറ്റിലും പറയുന്നുള്ളൂ. അടുത്തതാണ് ഡയാത്തീസിസ് സ്ട്രെസ് മോഡൽ. ഫൈനൽ ആയിട്ടുള്ള മോഡലാണ് ഡയാത്തീസിസ് സ്ട്രെസ് മോഡൽ. ഇതിൽ പറയുന്നത് ഹൗ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ക്യാൻ മേക്ക് ആൻ ഇൻഡിവിജ്വൽ പ്രോൺ ടു സ്ട്രെസ് എന്നാണ്. ഒരു വ്യക്തി സ്ട്രെസ്സിലേക്ക് പ്രോൺ ചെയ്യാൻ ജനിതകമായിട്ട് എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടോ എന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഡയാത്തീസിസ് സ്ട്രെസ് മോഡൽ. Model focus on both genetic and environment in determining whether the individual will experience stress or not. ജനിതകമായിട്ടുള്ള കാര്യങ്ങളെ മാത്രമല്ല, അതിനോടൊപ്പം എൻവയോൺമെന്റുമായിട്ടുള്ള എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ കണക്കാക്കി ഒരു വ്യക്തി സ്ട്രെസ് അനുഭവിക്കുമോ ഇല്ലേ എന്ന് കണക്കാക്കുന്നു. ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ആൻഡ് കോംപ്ലിമെന്റ് ഈച്ച് അതർ ഇൻ ഡിറ്റർമിനിങ് സ്ട്രെസ് എന്നാണ്. ഹെറിഡിറ്റി, നിങ്ങൾക്ക് സ്ട്രെസ് ഉള്ള ഒരാളാണെങ്കിൽ, ജനിതകമായിട്ട് സ്ട്രെസ് എക്സ്പീരിയൻസ് ഹൈപ്പർ ടെൻഷൻ സാധ്യത ഒരാളാണെങ്കിൽ, നമുക്ക് സാഹചര്യങ്ങളോട് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും 98% അല്ലെങ്കിൽ 99% നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. അപ്പം ഇത് രണ്ടും എന്താണ് പരസ്പര പൂരകമായി അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം ജനറ്റിക്കലി ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ജനിതകമായിട്ട് നിങ്ങൾക്ക് ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യും? ഈ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും. നിങ്ങൾ സ്ട്രെസ്ഡ് ആകുമ്പോഴെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും. ഇനി നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജനറ്റിക്കലി ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരണം എന്നില്ല. എപ്പോഴും സ്ട്രെസ് ഉള്ളപ്പോൾ വരും, സ്ട്രെസ് ഇല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയും വരത്തില്ല. ഇതാണ് ഡയാത്തീസിസ് മോഡൽ പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയത് 7 മോഡലുകളാണ്. ഒന്നാമത്തത് എന്താണ്? ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് ആണ്. രണ്ടാമത്തത് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം. അതിനകത്തിൽ 3 സ്റ്റേജസ് പറയുന്നുണ്ട്: അലാം റിയാക്ഷൻ, റെസിസ്റ്റൻസ്, എക്സോഷൻ. മൂന്നാമത് നമ്മൾ നോക്കിയത് കോഗ്നിറ്റീവ് അപ്രൈസൽ മോഡലാണ്. അതിൽ 2 അപ്രൈസൽസ് പറയുന്നുണ്ട്: പ്രൈമറി അപ്രൈസലും സെക്കൻഡറി അപ്രൈസലും. നാലാമത് നോക്കിയത് പേഴ്സൺ എൻവയോൺമെന്റ് ഫിറ്റ് മോഡലാണ്. 5ാമത് നോക്കിയത് സൈക്കോ ഡൈനാമിക് ട്രാജഡിയാണ്. 6 ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷണൽ തിയറി. 7 ഡയാത്തീസിസ് സ്ട്രെസ് മോഡൽ. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ടുഡേ. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. We will see soon with the next unit.